ഇനി നമ്മുടെ അതിഥിയിലേക്ക് പോകുന്നു. അനൂപ് ഗംഗാധരൻ. അനൂപ് കലോത്സവവുമായി, സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി കഴിഞ്ഞ 3 വർഷമായി സഹകരിക്കുന്ന വ്യക്തിയാണ്. 50 വർഷത്തെ കലോത്സവത്തിന്റെ ചരിത്രം ആദ്യമായി ഒരു പുസ്തക രൂപത്തിലാക്കുന്ന വ്യക്തി കൂടിയാണ് അനൂപ്. അനൂപ്, സ്വാഗതം. എന്തായാലും കോഴിക്കോടും കോട്ടയത്തും ഇപ്പോൾ തൃശ്ശൂരിൽ കുറച്ചുകൂടെ വിപുലമായ രീതിയിലാണ് താങ്കൾ പുസ്തകം അവതരിപ്പിക്കാൻ എത്തുന്നത്. ഇപ്പോൾ സ്റ്റാളും തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ? തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിന് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ സർക്കാരും സംഘാടക സമിതിയും എല്ലാം കൊടുക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 52 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി സംഘാടക സമിതിയിൽ എക്സിബിഷൻ കമ്മിറ്റി ഇത്തവണ രൂപീകരിച്ചു. ഇപ്പോഴത്തെ DPI ഷാജഹാൻ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്. ചരിത്രം എന്നുള്ളത് വളരെ വരുന്ന കലോത്സവം കാണാൻ വരുന്ന എല്ലാവരും ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ വിപുലമായൊരു പ്രദർശനം ഇവിടെ ഒരുക്കണമെന്ന് DPIയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഒരു എക്സിബിഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇത്തവണ വളരെ വലിയൊരു ഏരിയയിൽ ചരിത്രത്തിൽ ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് കൗതുകമുള്ള വിവരങ്ങളും എല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു എക്സിബിഷൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അത് കാണാൻ വരുന്നുമുണ്ട്. അനൂപാണ് ഇത്തവണ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചതിന്റെ ഒരു മുഖ്യ കോർഡിനേറ്റർ ആയിരുന്നു. ഏകദേശം 20ഓളം പ്രതിഭകളും തിലകങ്ങളും ഇവിടെ തൃശ്ശൂർ നഗരത്തിൽ വന്നു. എല്ലാവർക്കും വളരെ അവിസ്മരണീയമായ ഒരു സന്ദർഭമായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ജൂലിൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായതും അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് എങ്ങനെയാണ്? ഈ കലോത്സവ ചരിത്രം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള രണ്ട് ഉദ്ദേശങ്ങൾ. ഒന്ന്, ചരിത്രത്തിലെ ഏത് കാര്യങ്ങളും റെഫർ ചെയ്യാവുന്ന ഒരു പുസ്തകം തയ്യാറാക്കുക. രണ്ടാമത്തേത്, ഈ കഴിഞ്ഞ കാല വിജയികൾ ഇന്ന് എവിടെ പോയി എന്നുള്ളൊരു അന്വേഷണം നടത്തി ആ വിജയികളുടെ എല്ലാം ഒരു കൂട്ടായ്മ കാലക്രമേണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു 2 ഉദ്ദേശം. ആ രണ്ടാമത്തെ ഉദ്ദേശത്തിൻ്റെ ഒരു പ്രാഥമിക ഘട്ടമാണിത്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ആയിരുന്നു എക്സിബിഷൻ കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയത്. 35 കലാപ്രതിഭകളും കലാതിലകങ്ങളുമാണ് മൊത്തം കലോത്സവത്തിന് ഉണ്ടായിരുന്നത്. അതായത് 1986 തൃശ്ശൂർ വെച്ചാണ് ആദ്യത്തെ പ്രതിഭാ പട്ടങ്ങൾ ഉണ്ടായത്. വിനീതും പൊന്നമ്പിളിയും വരുന്നത് തൃശ്ശൂർ വെച്ചാണ്. അപ്പോൾ തൃശ്ശൂർ കലോത്സവം തിരിച്ചു വരുമ്പോൾ തീർച്ചയായും അത് നമ്മൾ അതിനെ ഒന്ന് ഓർക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു പ്രതിഭാ സംഗമം നടത്താമെന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. അങ്ങനെ 2 ആഴ്ച കൊണ്ട് ഒരുപാട് പേരെ അവർ പണ്ട് പഠിച്ച സ്കൂളുകൾ വഴിയും അവരുടെ ഗുരുക്കന്മാർ വഴിയും പിന്നെ ഏറ്റവും ആധുനിക ട്രെൻഡായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയ വഴിയും ഏറ്റവും അതെ പൊന്നമ്പിളി അരവിന്ദനെ കിട്ടിയത് ഇത്രയും കാലം എവിടെയാണെന്ന് അറിയാതെ നിന്നിരുന്ന പൊന്നമ്പിളി അരവിന്ദനെ കിട്ടിയത് ഫേസ്ബുക്കിലൂടെ മാത്രമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വെറുതെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ പൊന്നമ്പിളി അതിന് റെസ്പോണ്ട് ചെയ്യും, അവർ വരണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ദുബായിൽ ഫ്ലൈറ്റിൽ തൊട്ട് തലേ ദിവസം അവിടെ നിന്ന് പോന്നിട്ട് രാവിലെ തന്നെ വന്ന് പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞൊരു വളരെ പ്രസക്തമായ കാര്യം കലാപ്രതിഭയും തിലകവും. ഇതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. തിരിച്ചു കൊണ്ടുവരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ പ്രതിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്? അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? പ്രതിഭാ സംഗമത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്ന് തോന്നുന്നത് ഇതായിരുന്നു. കാരണം എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത്, ഒട്ടുമിക്ക എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ഈ പട്ടങ്ങൾ തിരിച്ച് പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം എന്തുകൊണ്ടാണോ 2005 പട്ടങ്ങൾ നിർത്തലാക്കിയത്, അതായത് അനാരോഗ്യകരമായ മത്സര പ്രവണതകൾക്ക് തടയിടാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് നമ്മൾ പട്ടങ്ങൾ നിർത്തലാക്കിയത്. പക്ഷേ ഇപ്പോഴും ഈ 7ാമത്തെ വർഷമായാലും നമുക്ക് അറിയാം അനാരോഗ്യ പ്രവണതകൾക്ക് പൂർണ്ണമായിട്ടും അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു തീരുമാനം കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പീലുകളുടെ എണ്ണം കൂടുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടങ്ങൾ നിർത്തലാക്കിയത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരുടെയും അഭിപ്രായം ഇത് പുനഃസ്ഥാപിക്കണം എന്നാണ്. കാരണം കലോത്സവ പ്രതിഭകളും കലാപ്രതിഭകളും കലാതിലകങ്ങളുമാണ് യഥാർത്ഥത്തിൽ കലോത്സവത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് കലോത്സവത്തെ ഇത്ര വലിയൊരു നിലയിലേക്ക് എത്തിച്ചത്. അതിനൊരു ഗ്ലാമർ കൊണ്ടുവന്നത് അവരാണ്. ഇന്നലെ ആ പ്രതിഭാ സംഗമത്തിൽ ജൂലിൻ ജോസ് പറഞ്ഞു, അവർ 86 പൊന്നമ്പിളി കലാതിലകമായിട്ട് നിൽക്കുന്ന പത്രത്തിലെ ഫ്രണ്ട് പേജ് ഫോട്ടോഗ്രാഫ് കണ്ടപ്പോഴാണ് അവർക്കും കലാതിലകമാവണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ അങ്ങനെ ഒരു സ്ഥാനം കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കണം തന്നെയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ള ആവശ്യം. ഒരു വേദിയിൽ പറഞ്ഞതുപോലെ തലവേദന മാറ്റാൻ തല വെട്ടിക്കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുവെ അവിടെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം. ഇപ്പം കോഴിക്കോട് വെച്ച് ഇതൊരു തുടക്കം മാത്രമായിരുന്നു അനൂപിനെ സംബന്ധിച്ച് കലോത്സവത്തിന്റെ ഭാഗമാവുക എന്നത്. 50 വർഷത്തെ ചരിത്രം എഴുതി. ഇനി എന്താണ് 2 വർഷത്തെ ഈ ഒരു ചരിത്രം കൂടി ഇനി പുസ്തക രൂപത്തിലേക്ക് ഉടൻ പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണ് ഇതിനു വേണ്ടി ഇത്രയും എഫേർട്ട് എടുക്കുന്നത് പ്രതിഭാ സംഗമം പോലെയൊക്കെ സംഘടിപ്പിക്കാൻ?
ഈ 2 വർഷം മുന്നേ തുടങ്ങുമ്പോൾ ഞാൻ കലോത്സവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയായിരുന്നു. ഞാനൊരു സ്കൂൾ കലോത്സവത്തിനപ്പുറം ഒന്നിനും പങ്കെടുത്തിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ കലോത്സവം എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഒരു പാഷനുള്ള ഒരു സാധനമായി മാറി. കാരണം നമ്മൾ 2 വർഷമായിട്ട് നമ്മളെ മനസ്സിൽ മുഴുവൻ കലോത്സവം തന്നെയായിരുന്നു, അതിൻ്റെ ഡോക്യുമെന്റേഷൻ എല്ലാം ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സംഭാവനകൾ അതിൽ ചെയ്യാമെന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ പ്രതിഭാ സംഗമം എന്നുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കലോത്സവ വിജയികളുടെ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കുകയും, കാരണം കലോത്സവത്തെക്കുറിച്ച് കൃത്യമായ അഭിപ്രായങ്ങൾ പറയാൻ ഏറ്റവും യോഗ്യരായ ആളുകൾ ഈ പ്രതിഭകളും തിലകങ്ങളുമാണ്. ഇന്നലെയും അഭിജിത്ത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പഴയ കലാപ്രതിഭ, ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞാൽ ഈ കലോത്സവത്തിന് ഒരുപാട് സംഭാവനകൾ നൽകാൻ അവർക്ക് സാധിക്കും, കൃത്യമായിട്ടുള്ള സജഷൻസ് കൊടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കാൻ എന്റേതായ എല്ലാ സഹായവും ചെയ്യുക എന്നുള്ളതാണ് എന്റെ മുന്നിലുള്ള ഒരു ലക്ഷ്യം. ഇപ്പം അടുത്ത കലോത്സവത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇപ്പോഴേ? അടുത്ത കലോത്സവത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രധാന ഉദ്ദേശം. കാരണം ഇവർക്കെല്ലാം ഉള്ള ഒരു ആഗ്രഹം ഈ കലാപ്രതിഭകളുടെയും കലാതിലകങ്ങളുടെയും ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തിട്ട് അത് പറ്റുമെങ്കിൽ അതൊരു ട്രൂപ്പായി മാറ്റുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ട്രൂപ്പാക്കി മാറ്റുക എന്നുള്ള ഒരു സജഷൻ പോലും ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം പലരും ഇപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു ട്രൂപ്പിന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അതിനുള്ള ഒരു കോർഡിനേഷനും ശ്രമിക്കുന്നുണ്ട്. അനൂപിന്റെ സ്റ്റാൾ ഇവിടെ കലോത്സവ നഗരിയിൽ തന്നെയുണ്ട്, പ്രധാന വേദിയിൽ. വളരെ അപൂർവമായ ചിത്രങ്ങളാണ്, കെ എസ് ചിത്രയുടെയും യേശുദാസിന്റെയും അടക്കമുള്ള വളരെ അപൂർവമായ ചിത്രങ്ങൾ. എങ്ങനെയായിരുന്നു ഇതെല്ലാം സംഘടിപ്പിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഇനി കൂടുതൽ ഇത്തരം ശ്രമകരമായ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാമാനും. ഇത് സംഘടിപ്പിച്ചത് 2 വർഷം മുമ്പേ സ്കൂളുകളിൽ നിന്നും പഴയ കലോത്സവ സ്മരണികകളിൽ നിന്നും ആണ് സംഘടിപ്പിച്ചത്. അന്നത്തെ വിദ്യാരംഗ മാസികകളിൽ നിന്നൊക്കെ റെയറായിട്ടുള്ള ചിത്രങ്ങൾ എടുത്ത് പഴയ പത്രങ്ങളിൽ നിന്നൊക്കെ റെഫർ ചെയ്ത് ഡാറ്റ എടുത്ത് അങ്ങനെയാണ് സംഘടിപ്പിച്ചത്. ഇതിനി കൂടുതൽ പുസ്തകം അപ്ഡേറ്റ് ചെയ്ത് പോകണം എന്ന് DPI കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കാരണം കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് 1000 സർക്കാർ സ്കൂളുകൾക്ക് പുസ്തകം കൊടുക്കുന്ന പദ്ധതിയിൽ ഈ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഈ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ SSAയുടെ കീഴിലുള്ള മറ്റ് സ്കൂളുകൾക്കും കൂടെ വിതരണം ചെയ്യാൻ പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഒരു താല്പര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 51ന്റെയും 52ന്റെയും കലോത്സവത്തിന്റെ വിവരങ്ങൾ കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. അപ്പൊ എല്ലാ ആശംസകളും നേരുകയാണ്. അടുത്ത വർഷം വീണ്ടും കാണാമെന്ന് ആശംസിക്കുന്നു. കൂടുതൽ നല്ല ശ്രമങ്ങൾ ഇനിയും താങ്കളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതിന്.